തുടങ്ങി രാവിലെ തന്നെ കിളവന്മാർ മെസ്സേജ് അയക്കാൻ. ഇവരൊന്നും ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ലെങ്കിൽ നേരം വിളിക്കൂലെന്നാ ഇവരുടെ വിചാരം. ആ വരുന്നപ്പാ. നീ ആ മരുന്നെടുത്ത് വെച്ചോ? ആ എടുക്കലായി. അല്ലേ തന്നെ നേരം വൈകി. ആ രാജമാഷാണെങ്കിൽ 1 മിനിറ്റ് കാത്തിക്കൂല, പിന്നെ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും. എന്റെ ബാഗ് എടുത്ത് വെച്ചോ? ആ എടുക്കുന്നു. മനുഷ്യനാകെ 2 കയ്യിലും രാവിലെ തന്നെ എന്തെല്ലാം ചെയ്യണ്ടപ്പാ. മോളെ നീ റെഡിയായെങ്കിൽ അച്ഛൻ്റെ ഷൂ എടുത്ത് വെച്ചേ. അച്ഛാ, നാളെ എൻ്റെ കോളേജിലെ ഫംഗ്ഷൻ. സാരി വാങ്ങാൻ മറക്കല്ലേ? എന്തേ അമ്മേന്റെ ചക്കരക്ക് പാല് വേണ്ടേ? പാൽപ്പാട കിട്ടിയിരിക്കും. ഇങ്ങനൊരു അച്ഛൻ. ഓക്കെ ബൈ. അമ്മേ വൈകുന്നേരം ഞാൻ ലേറ്റ് ആവേ. പക്ഷേ ഇത്ര കഷ്ടപ്പാടുണ്ടാ പക്ഷേ? ഒരു വണ്ടി വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടത്തിന് പോയിക്കൂടെ പക്ഷേ? നിങ്ങൾക്ക് എന്താ വണ്ടിയുടെ അച്ചോടും ഉണ്ടാ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞില്ലു. പെട്രോളിനൊക്കെ എന്താ വില? അത് നിങ്ങൾ കൊടുക്കോ? രാവിലെ തന്നെ മനുഷ്യനും മെനക്കെടുത്താനായിട്ട് ഓരോന്നോണ്ടിരുന്നോ. പോവാം. നേരെ വീട്ടിലേക്കല്ലേ? അതെ. ഇങ്ങനെ ഓസിന് പോണം. ചന്ദ്ര മൂത്ത ഒന്നും കൂടി എടുത്തോ. എല്ലാം കണക്കന്നെ. മൂക്കുന്തോറും വെള്ളം. ചെക്കന്റെ പടിയോട്ട പന്നി വേണ്ട മാതിരി. ചന്ദ്രട്ടാ ഒരു മുക്കാല്. ഇതിനാണോടാ രാവിലെ ഇത്ര പരവേശം? നിങ്ങ ബേ എടുത്താട്ട് ഇരിക്കായിരുന്നു. നാടാ ഇന്ന് പെണ്ണുകളൊന്നുമില്ലേ? എത്ര കാലായി പെണ്ണ് കാണുന്നത് തുടങ്ങി. കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മടുപ്പില്ലേ? എത്ര കാലാന്ന് വെച്ചിട്ടാ കൂട്ടിക്കൊണ്ടുപോലെ? നല്ലോണം അടിച്ച് കുടിക്ക്. പോയി എന്നിട്ടാ പോയി. ഹെഡ് മാഷം മോളും പോയി. എന്തെന്നാണ് സൂക്കേട്? സൂക്കേടാ? അല്ലെങ്കിലും മരിക്കാൻ അധികം സമയമൊന്നും വേണ്ടാന്ന്. മരിക്കല, ഒളിച്ചോടി പോയതാണോ? അതല്ല ഞാൻ പറയുന്നത്. ആ കുഞ്ഞിന്റെ മംഗലം നിശ്ചയിച്ചല്ലേ? നിശ്ചയം വെറും അന്ധവിശ്വാസല്ലേ? ഒരാളോട് മിണ്ടാത്ത കുഞ്ഞല്ലേ അത്? അയ്യോ, ഇക്കാലത്ത് ശാരദനെയും TR ഓമനെയും ഒന്നും മരുന്ന് കൂട്ടാൻ പോലും കിട്ടൂല. ആ മാതിരി പെണ്ണുങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അതിന്റെ എല്ലാം കാലം കഴിഞ്ഞപ്പോ ആർക്കും തുറന്നു നോക്കാനൊന്നും പറ്റൂലല്ല. കല്യാണം നിശ്ചയിച്ച കുട്ടിയല്ലേ അത്? ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന്. ഒന്നിച്ചു പോയ ചക്കനാണെങ്കിൽ കള്ളും കഞ്ചാവ് അടിച്ച് നടക്കലാണെന്നാ കേട്ടത്. എത്ര ആർഭാടായിട്ട് നടത്തേണ്ട കല്യാണ. വന്ന ചെക്കനാണെങ്കിൽ നല്ല ഉദ്യോഗസ്ഥനും, പിന്നെ PWD എഞ്ചിനീയറാണ്. മാത്രല്ലാന്ന് വലിയ തറവാട്ടുകാരുമാണ്. അതെ അതെ. മാഷാണെങ്കിൽ PF ലോൺ എടുത്തിട്ടാണ് വീട് പണി പൂർത്തിയാക്കി. സ്വർണവും ചെലവുമല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് ഒപ്പിച്ചിന്. ആന്ന് അതും എടുത്തിട്ടല്ലേ പോയത്. എന്തൊരു കഷ്ടാ ചെയ്ത് നോക്കിയ. ഞാൻ ഇറങ്ങി. ശരി ശരി മാഷേ. മാഷേ ഇത്രയുള്ള മക്കൾക്ക് അച്ഛനമ്മമാര് ഒക്കെ വെറുതെയായി. കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും ഒന്നേ ഉള്ളുവെങ്കിലും ഒലക്കക്കടിച്ച് വളർത്തണമെന്ന് പഴമക്കാർ പറഞ്ഞത് വളരെ ശരിയാ. മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തില്ലേ? ഓ, അതൊക്കെ ചെയ്തു. എന്നിട്ടെന്താ, പോയ മാനം തിരിച്ചു കിട്ടുമോ? അല്ലലറിയാതെ വളർന്നു. അതാ കുഴപ്പമായത്. എന്താ ചെയ്യാ പക്ഷേ, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പോകുന്നതിന് മുമ്പ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഒന്ന് ഓർത്തിരുന്നെങ്കിൽ. ഇനി പറഞ്ഞിട്ട് എന്താ മാഷേ? മാഷിക്കൊരു പെൺകുട്ടിയല്ലേ. ഈ അവസ്ഥ മാഷിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ വരെ ആങ്ങളെ പോയില്ലേ? ആങ്ങളെ തോന്നിനല്ലോ.
തറവാടിന്റെ മാനം പോയില്ലേ ഞങ്ങള്. നിങ്ങളെല്ലാം കേക്കണം. എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞാന്ന്. ഓന് ഗവൺമെന്റ് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ടല്ലേ എഞ്ചിനീയറെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിനി. എന്നിട്ടിപ്പോ എന്തായേ? എരുതിയിൽ എണ്ണ ഒഴിക്കുന്നയാന്നൊന്നും വിചാരിക്കണ്ട. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റൂല. ഓരോടുത്ത് എടുത്തമ്മേ എടുത്തമ്മേ. സതീച്ചി, ഞാൻ ഇറങ്ങുവന്നേ. എന്നാ മാഷെ ഞങ്ങളങ്ങോട്ട് പോയിട്ട് വരാം മാഷെ. ശരി മാഷെ. ശരിയാണ്. ശരി, ഓക്കെ. നെഞ്ച് പൊള്ളുന്നുണ്ടാവുമല്ലേ? വല്ലാത്തൊരവസ്ഥ തന്നെ. വലിയ വലിയ എഞ്ചിനീയറെ സ്വപ്നം കണ്ട എൻ്റെ ഇടത്തി ഇപ്പോ വെള്ളം പോയ കല്ല് പോലെ ആയി. എന്റെ മോനോളെ പൊന്നുപോലെ നോക്കൂലായിരുന്ന. സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാന്ന്. മറ്റു ദുഷ്ടം കൊണ്ട് പറഞ്ഞതൊന്നുമല്ല. നിങ്ങ എങ്ങനെ തിന്നാണ്ടും കുടിക്കാണ്ടും കിടക്കല്ല. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുതരാം. അതെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളിങ്ങനെ ചിരിച്ചോ? മംഗലം കഴിഞ്ഞിട്ടില്ല, പിള്ളേരുണ്ടാക്കിയിട്ടില്ല. ഇയാൾക്കെല്ലാം വേണ്ടായിട്ട് നമുക്കത് കിട്ടുന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താണ്, ഇഷ്ടം പോലെ കുടിക്കുകയും ചെയ്യാം, വലിക്കുകയും ചെയ്യാം. ആർക്കും ഒരു വിഷമില്ലല്ലോ. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന 18ാമത്തെ പെണ്ണായത്. എൻ്റെ മോള് പോയപ്പോൾ ഒന്നിട്ട് തുടങ്ങിയത്. വലുതായാലും ഒന്ന് കൈപിടിച്ചു കൊടുക്കാൻ കൂടി അച്ഛനമ്മമാർക്ക് അധികാരമില്ല. ഒളിച്ചോടി പോകുന്ന ആളെ കലണ്ടറിലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും. അല്ലേട്ടാ? ജാതകല്ല തത്തശ്ശീട്ട് പോലെയായി. നീ ഈ ജാതകം കൊണ്ട് നടന്നിട്ട് എനിക്ക് പെണ്ണ് കിട്ടിയാ? അതാ, അതിനെല്ലാം പ്രത്യേക യോഗം വേണോ? നല്ല ചക്കനെ കിട്ടാൻ പെമ്പിള്ളേർക്കും വേണം യോഗം. അപ്പുറം ന്യായം. ഈ കാലത്ത് നേരാവണ്ണം നടക്കുന്നവർക്കൊന്നും പെണ്ണ് കിട്ടൂലെന്ന്. അല്ലെങ്കിൽ ഇവനെന്നാ കുറവേന്ന്, കുറച്ച് കള്ളുടിക്കൂന്നല്ലാണ്ട്. വന്ന് വന്ന് പ്രേമിക്കാത്തവനൊന്നും പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ്. ചന്ദ്രട്ടാ, പൈസ വേദന എടുക്കാം. ഇങ്ങനെ ചിരിച്ച് നടക്കുന്നേ നല്ല ബേജാറുണ്ട്. ഒന്നിവിടെ നിർത്തിയാ മാഷെ, ഒരു മിനിറ്റ്. ഒരു സിഗരറ്റും എടുത്തേ, ലൈറ്ററും. എന്താ ഇത് പതിവില്ലാത്തതാണല്ലോ മാഷെ. എന്തു പറ്റി? അത് എന്തോ മനസ്സ് പിടിവിട്ട പോലെ. നമുക്കെന്ത് ചെയ്യാനാവും? കാലം ലക്കും ലഗാനും ഇല്ലാതെ ഓടിപ്പോവല്ലേ. ഇന്ന് ലീവ് എടുക്കാൻ തോന്നുന്നു. മൂഡ് ശരിയാവുന്നില്ല. ശരിയാ, ഞാനും. മാഷിത് ശീലാക്കണ്ട. എന്നെ എന്താ കവലയിൽ വിടുവാ? മണിയേട്ടാ, എന്തെങ്കിലും ഒത്തിനാ? നിങ്ങളാന്നും കാര്യാക്കണ്ടപ്പാ. ഒരേലക്കായി ബായിലിട്ട് ചവച്ചാൽ പോരെ? അല്ലെങ്കിൽ ചായപ്പൊടി. എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് വേണമെന്ന് പറഞ്ഞാൽ ഈ ടൈൽസിൻ്റെ മേസ്ത്രിമാരിൽ എന്താ ചെയ്യാന്ന്? ഡിമാൻഡാ. കൂട്ടി നടക്കാൻ പറ്റിയൊരു പെണ്ണ്. ഡൈവേഴ്സ് എങ്കിലും അങ്ങനെ. നടക്കൂല, നടക്കൂല. ഞാനെപ്പോ റെഡിയല്ലേ? ഇതാ മുണ്ട് കൊടുത്തിട്ടില്ലേ നടക്കുന്നത്? നോക്കറാ. ഈ മോയന്ത് ജാതകം കൊണ്ട് നടക്കാനാണ് എൻ്റെയും വിധി. ഓരോരുത്തർ നാട്ടിലിങ്ങനെ പെണ്ണുങ്ങളെയും കൂട്ടി നടക്കുന്ന കാണുമ്പോൾ നടുപ്പുറത്ത് നോക്കി ഒന്ന് കൊടുക്കാനാ തോന്നുന്നു. കോടം പിടിക്കില്ലാടെ ഒറ്റയെടുത്തിനും. കെട്ടിയോനറിയാം കെട്ടിയോന്റെ വിഷമം, കെട്ടാത്തവന് അതിന്റെ വിഷമം. നിങ്ങൾ എന്തെന്നാ പറയുന്നേ? ഞാൻ ഓൻ പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞോളൂ. ആര്? ആരെങ്കിലും ഇത് ആര് പറഞ്ഞായി പറയുന്നേ? നീ ഒന്ന് നടന്നാട്ടെ. തീർന്നു വന്ന ബംഗാളിക്ക് വരെ ഈ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുന്നു. ഈടിയില്ല, നമുക്കില്ല. ഓൻ്റെ ഒരു കോടി എല്ലാവരും പെടിവെച്ച് കൊല്ലണം. ഈടെയല്ലേ മാഷെ? പിന്നെ നിങ്ങൾക്കൊരു മോളാ, അതുകൊണ്ട് മാഷൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു പട്ടുസാരി വേണം. നോക്കിക്കോ മാഷെ.
ഏ ഇതെന്താ എത്ര നേരത്തെ? നിങ്ങളിന്ന് സ്കൂളിൽ പോയിട്ടില്ലേ? ഇല്ല, നല്ല സുഖം തോന്നിയില്ല. ഡോക്ടറെ കാണിക്കണോ? ഏയ് ഇന്നലത്തെ ഉറക്കം ശരിയായില്ല. അച്ഛൻ സാരി വാങ്ങാൻ മറന്നു പോകുമെന്ന് പേടിച്ചിരിക്കുവാ മോള്. പ്രോഗ്രാം നാളെയല്ലേ? അജേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? എന്നാ തിന്നോ, നല്ലോണം തിന്നോ. നീ തിന്നുന്നത് ജാതകല്ല, എൻ്റെ ജീവിതമാണ്, എൻ്റെ നോട്ടം. നല്ലോണം തിന്നോ. എൻ്റെ ജീവിതം പോയാലും നിൻ്റെ വിശപ്പോവാം. മനജേ, മോള് കോളേജിൽ നിന്ന് എത്തിയില്ലേ? നാളത്തെ ഫംഗ്ഷന്റെ റിഹേഴ്സലും മറ്റുണ്ടാവും. സമയം എത്ര ആയല്ലോ? നടന്നിട്ടിപ്പോ എത്തിയിട്ടല്ലേല്ലോ. വന്നപാടിത് എങ്ങോട്ടാ? നേരം കുറെ ആയില്ലേ, ഒറ്റക്ക് നടന്നിട്ട് ഓളിങ്ങോട്ട് വരണ്ടേ? ഓളിങ് വന്നോളും, ഓള് കുഞ്ഞൊന്നല്ലല്ലോ. അച്ഛൻ്റെ വേവലാതി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അങ്കിള് വന്നിട്ടുണ്ടല്ലോ. ഇനി ഞാൻ കൂടെ വരണ്ടല്ലോ. വേണ്ട, നമ്മള് പോയിക്കോളാം. ഓക്കെ ശരി അങ്കിൾ. ശരി. വാ അച്ഛാ. അച്ഛൻ നീ വഴിക്കാ വന്നേ നടക്കാൻ? ഇന്ന് ഈ വഴിക്ക് വരാൻ തോന്നി. അച്ഛൻ അഭിനവനെ അറിയില്ലേ? കണ്ടിട്ടുണ്ട്. കോളേജിൽ നിന്ന് വൈകിയാൽ അവനാ എന്നെ കൊണ്ടുവിടല്ലേ. എന്റെ സീനിയറായി പഠിച്ചതാണ്. എല്ലാരും സ്റ്റെപ്പ് എത്തിച്ച് ഇന്നാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തു. ലേറ്റ് ആവുമെങ്കിൽ വിളിച്ച് പറഞ്ഞൂടെ? ഞാൻ അമ്മയോട് പറഞ്ഞാണല്ലോ. അമ്മ ഈ ലോകത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച് ഓക്കെന്തറിയാം? ഈ ലോകത്ത് എന്താണ് വല്ല യുദ്ധം നടക്കുന്നുണ്ട് അച്ഛാ? ഞാൻ ഇവിടുത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞതാ. അവസ്ഥക്ക് എന്താണ് കുഴപ്പം? നീ വേഗം ഒന്ന് നടന്നാട്ടെ, വല്ല പാമ്പും കാണും. ഞാൻ എപ്പം നടന്നു വരുന്ന വഴിയല്ലേ അച്ഛാ. പാമ്പിന് നിന്നെ പരിചയമൊന്നുമില്ലല്ലോ, നീ വരുന്ന വഴിയിൽ നിന്ന് മാറിപ്പോവാൻ. എന്റെ അടുത്ത് പാമ്പിന്റെ നമ്പറൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചേനെ. എന്ത് പറഞ്ഞാലും തർക്കുത്തരം തന്നെ തർക്കുത്തരം. ദിവസം ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ആദ്യാ. ഇന്ന് എന്നാ അച്ഛന് പറ്റീന്? മോളൊന്ന് വൈകിയല്ല. കോളേജിൽ പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ഉണ്ടായിന്. അതെയാ? അച്ഛൻ കസവ് സാരി വാങ്ങിയാ? വാങ്ങിയില്ലെങ്കിൽ നാളത്തെ തിരുവാതിരക്കളി മാസായി. അമ്മോ, അച്ഛനും മോള് എത്തിയാ? ഇതുവരെ ഇല്ലാത്ത പതിവാന്നല്ല മോളെ ആനയിച്ചു കൊണ്ടുവരല്. അതന്നെ ഞാനും ആലോചിക്കുന്നു. അമ്മ എനിക്ക് വിശക്കുന്നു. മോള് പോയി കുളിച്ചിട്ടോ? എന്റെ സാരിയുടെ നിന്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. അച്ഛൻ ഫിഷ് കാണിച്ചനാ? മോളോട് കാണിക്കൂലല്ലോ. മോളെ ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കണേ. സാരി എടുത്തപ്പോ മോളങ്ങ് വലുതായി. ഇനി കല്യാണത്തെ പറ്റിയല്ല ആലോചിക്കണ്ടേ? ഇന്നത്തെ കാലത്ത് മിനിമം 50 പവനെങ്കിലും വേണം. വെറും കൈയോടെ ഓളെ പറഞ്ഞുവിടാൻ പറ്റൂലല്ലോ. നിങ്ങളെന്നാ ഒന്നും മിണ്ടാത്തെ? നീ എന്താ നാളെ തന്നെ ഓളെ കല്യാണം നടത്താൻ പോവാ? എനക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു.
അമ്മ ഇതാരാ പൂട്ടിയെന്നെ? തുറക്ക്. എന്താ മോളെ? വാതില് തുറക്ക്. അമ്മേ ഇതാരാ പൂട്ടിയേ? അച്ഛാ, അമ്മ അച്ഛനില്ലേ അവിടെ? ഇത് എന്തിനാ പുറത്തുനിന്ന് പൂട്ടിയേ? ഇതാര് പൂട്ടിനി? മോളെ 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 ഇപ്പൊ തുറക്കാട്ടാ. എന്തൊരു കഷ്ടാണ്. സമയം കളയാൻ വേണ്ടി എത്ര നേരായിരുന്നു തുറന്നതാ. അച്ഛാ, അമ്മ എനിക്ക് ഭ്രാന്ത് മോളെ കിട്ടി, പിടിക്കുന്നുണ്ട്. താക്കോല് കിട്ടി. ഇതാ ഇപ്പൊ തുറക്കേ. നാശം. ഇതാരെ പൂട്ടീന? അമ്മയാ? ഞാനാ? എന്തിന്? പിന്നെ ആര്? അച്ഛനാ? പൂട്ടേണ്ട കാര്യം ഇതാന്ന്. അതന്നെ ഞാനും ആലോചിക്കുന്നു. രാവിലെ തന്നെ ഓരോ വയ്യാവേലി. രാവിലെ തന്നെ മനുഷ്യന്മാരോട് വൈകി നിൽക്കുമ്പോഴാണ്. അജേട്ടാ, മോള് വാതില് പുറത്തുനിന്ന് പൂട്ടിയത്. ശരിയാ, ഞാൻ തന്നെയാ പൂട്ടിയത്. എന്തിന്? എനിക്ക് ഉറങ്ങണം. കുറച്ച് ലേറ്റായി പോയി മാഷെ. മാഷ് ഒരു മിനിറ്റ്. മാഷ് മോശമില്ലല്ല. പോവാ മാഷ്. ഇത് നമ്മളെ ബടായിതാമട്ടിന്റെ മോനില്ലേ? ഇവനെന്തിനാ അപ്പൊ മാഷ് അടിച്ചത്? എന്തിനാണോ അയാൾ നിന്നെ തച്ചിനി? അമ്മോ എനിക്കറിയില്ലട്ടോ. വിട്ടോ വിട്ടോ, നീ വിട്ടോ. എനിക്ക് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചാന്ന്. ഓന്റെ താടിയും മുടി ഇനി ഏരിയ കണ്ടുപോറും. ഗാന്ധി പറഞ്ഞ കറക്റ്റാ. 2 കവിളും കിട്ടി. എന്നത്? ഒന്നുമില്ല. എന്നാ പോ. അടുത്തൊരു ചരണ്ട്. നിങ്ങൾക്കെല്ലാം വയസ്സായില്ലോളി. രാവിലത്തെ ദർശന സുഖം പോയി കിട്ടിയല്ലേ? പോയി നൂറോസത്തിനെ കാണ്. എന്ത് തല്ല മാഷെ? അദ്ദേഹത്തെ അജക്കൻ. അമ്മോ എനിക്കറിയില്ല. അപ്പൊ മാഷ ഓനെ തല്ലിയതോ? ഓന് വീട്ടിൽ നിന്ന് കിട്ടാത്തത് ഞാൻ പുറത്തുനിന്ന് കൊടുത്തു, അത്ര തന്നെ. എന്തെന്ന്? നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ? പിന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടിയാന്ന്. സ്വന്തം മോളെ നേർവഴിക്ക് നടത്താണ്ട് മറ്റുള്ള കുട്ടികളെ എങ്ങനെ നന്നാക്കുന്ന നാട്ടുകാർ ചോദിക്കുന്നു. നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളായാലും അങ്ങനെയല്ലേ പറയൂ. കുട്ടിയെ കിട്ടിയോ മാഷേ? ഇല്ല. എവിടെ? അവര് വല്ല തമിഴ്നാട്ടിലോ മറ്റോ എത്തിയിട്ടുണ്ടാവും. പിള്ളേര് മൊത്തം മരുന്നടിച്ച് നടക്കല്ലേ. അവരപ്പുറം പോയ പിന്നെ കണക്കന്നെ. ഇനിയിപ്പോ കൊറേ കാലം കഴിഞ്ഞ് ഒന്നിനും കൊള്ളാതെ തിരിച്ചു വരും. അപ്പോഴും താങ്ങേണ്ടത് രക്ഷിതാക്കൾ തന്നെ. നിർത്ത്. ഇയാൾക്കിത് എന്തിനു സൂക്കേടാ? മാഷിന്റെ വീട്ടിലും വളർന്നു വരുന്നൊരു പെൺകുട്ടിയുണ്ട്. പിള്ളേർ മരുന്നടിച്ച് നടക്കുന്നു പറഞ്ഞത് അപമാന. അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് നമ്മളാ. മാഷേ, മാഷേ. മോള് വിളിച്ചിരുന്നു. ഹലോ, മോള് പരിപാടിന്റെ തിരക്കിൽ ഓളെടുന്ന് വിളിക്കാനാണ്. നിങ്ങളെ ശബ്ദം എന്താ വല്ലാണ്ട്? ഒന്നുമില്ല. ഹലോ 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 അജേട്ടാ. ടീച്ചർ ഇറങ്ങാം. ആ പോവാം.
മാഷെ ഇറങ്ങല്ലേ? ഞാൻ പിന്നെ വന്നോളാം. അതെന്തേ? ഒന്നുമില്ല. എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, മാഷ് പോയിക്കോ. എന്നാ ശരി, നാളെ കാണാം. എന്താ ഇത്ര വൈകിനി? വല്ല മീറ്റിങ്ങിലാന്ന് വിചാരിച്ചിട്ടാ വിളിക്കാണ്ടിരുന്നത്. മോളെവിടെ? ഓള് നേരത്തെ ഉറങ്ങി. തുള്ളി തകർത്തതല്ലേ, ക്ഷീണം കാണും. ഭക്ഷണം എടുത്തു വെക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. ഉറങ്ങിയോ അജേട്ടാ? 2 ദിവസമായിട്ട് എന്താ ഒരു വല്ലായിക? ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നാശം. സമാധാനമായിട്ടൊന്നും ഉറങ്ങാനും വിടൂല. മനുഷ്യരാകെ പ്രാന്തെടുത്ത് നടക്കുകയാണ്. നീയാ? അജേട്ടൻ ആരെയും നോക്കുന്നു? എന്തോ ഒരു ശബ്ദം കേട്ടു. ആരെങ്കിലും കണ്ടോ? കണ്ടില്ല, പക്ഷെ ഇവിടെ എവിടെയോ ഉണ്ട്. അജേട്ടൻ എന്താ പറ്റിയത്? വാ, വന്ന് കിടന്നേ, വാ. പുറത്തുനിന്നാരും കയറണ്ട. മോളെ വാതിൽ നമുക്ക് പുറത്തുനിന്ന് പൂട്ടിയാലോ? എന്തിന്? നമ്മളറിയാതെ ആളിറങ്ങി പോയാലോ? അജേട്ടൻ എന്താ പറ്റിയത്? അജേട്ടൻ വന്നേ. ഒന്നുമില്ല അജേട്ടാ. അജേട്ടൻ കിടന്നോ? അജേട്ടന് പനിക്കുന്നുണ്ടോ? നല്ല ചൂടുണ്ടല്ലോ. എനിക്ക് തണുപ്പാണ്. ദേഹാസകലം അരിച്ചിറങ്ങുന്ന തണുപ്പ്. ഒന്നും ആലോചിക്കണ്ട, ഉറങ്ങിക്കോ.
നല്ല സുഖം പോരാ മാഷെ. ഇന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചതാ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്ത്? എല്ലാം ശരിയായിക്കോളും. നമ്മുടെ ഹെഡ്മാഷ മോള് തിരിച്ചു വന്നു. എപ്പോ? ഞാൻ അറിഞ്ഞു. നമുക്ക് അവിടെ വരെ പോണ്ടേ? പിന്നെ ഞാനിപ്പോ റെഡിയായി വരാം. മാഷ അവിടെ വെക്കും. അല്ലപ്പാ ഡോക്ടറെ അടുത്ത് പോന്ന പറഞ്ഞിട്ട് ഒറ്റക്കാന്നോ പോന്നേ? മാഷ ഹാപ്പി അല്ലേ? നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ സന്തോഷം. സ്വർണവും പണവും പോയാലെന്താ, എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. കുട്ടികളുടെ എടുത്തിയാട്ടം കൊണ്ടുണ്ടാകുന്ന നഷ്ടം അത് ചെറുതല്ല മാഷെ. ആ മാഷേ, ഇപ്പോഴാണ് ഇവളുടെ മുഖത്ത് നോക്കാൻ എനിക്കൊരു ധൈര്യം വന്നത്. കുടുംബം താറുമാറായ പിന്നെന്തുണ്ടായിട്ടെന്താ? മോളെ, വെറുമൊരു ഭ്രമത്തിന്റെ പേരിലാണ് ഇവൾ ഇറങ്ങിപ്പോയത്. ഇന്നത്തെ പിടുത്തം പോയിട്ട്. ആ മുത്തേ, എഴുന്നേറ്റ? സുഖല്ലേ? നമ്മളെ ക്യാമ്പർ അടിച്ച് പൊളിച്ചില്ലേ? ചായ 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 നമുക്കാ. മുത്തിന്റെ പ്രകടനം നല്ല കളറായിട്ടാ. നീ പോവല്ലേ അക്കര? പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പൊളി. ഉയ്യന്റപ്പാ, ഇത്ര നല്ല പെണ്ണിനെ ഈ ചക്കൻ കൂട്ടിക്കൊണ്ടെന്നിനി അയന്നെ തള്ളേ, തിന്നോ. ചകരിത് കഴിച്ചോ? പുതിയ സ്റ്റഫാ വേണ്ട? എന്നാ നിന്റെ കവിളക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ. ഹി ഈസ് കമിങ്, ഹി ഈസ് കമിങ്. ആരാ ഫോണില്? ആരാണ് ഫോണില്? ഫോണുണ്ടാ? ഇല്ല, തരില്ല. ഫോണ് രണ്ടു കുട്ടികളാണ് ഇവളെ ഇവിടെ എത്തിച്ചത്. ഒരാളിവിടെ ഉണ്ട്. മോളെ, അവളെ വിളിക്കൂ. ആരതി,
മാഷിന്റെ മോള് കാരണം എനിക്ക് എന്റെ കുട്ടിയെ തിരിച്ചു കിട്ടി. കാലത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള കുട്ടികളും ധാരാളമുണ്ട് മാഷെ. അപ്പറഞ്ഞത് ശരിയാണ് മാഷെ. അപ്പൊ മാഷും മോളും എല്ലാരും ഹാപ്പി. അപ്പൊ ഇറങ്ങട്ടെ മാഷെ. അജയ് മാഷും ഹാപ്പി.